നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫസൽ വധക്കേസിൽ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും നിരപരാധികളാണെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. മനസാ വാച അറിയാത്ത കുറ്റത്തിനാണ് കാരായിമാർ ജയിലിൽ കഴിഞ്ഞതെന്നും ഷംസീർ. KSDA ചൊക്ലി ഉപജില്ല ഒരുക്കിയ LDF തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാന വീഡിയോ ശ്രദ്ധേയമാകുന്നു. പ്രകാശന കർമ്മം നടത്തി സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. തലശ്ശേരി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി കാരായി രാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കതിരൂരിൽ റൺ ആൻഡ് ടോക്ക് വിത്ത് കാൻഡിഡേറ്റ് പരിപാടി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഫസൽ വധക്കേസിൽ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും നിരപരാധികളാണെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. മനസാ വാച അറിയാത്ത കുറ്റത്തിനാണ് കാരായിമാർ ജയിലിൽ കഴിഞ്ഞതെന്നും ഷംസീർ പറഞ്ഞു. ചൊക്ലി VP ഓറിയന്റൽ ഹൈസ്കൂളിന് സമീപം 185 ബൂത്ത് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരായി രാജൻ ഫസൽ വധക്കേസിൽ പ്രതിയെന്ന തരത്തിൽ നുണ പ്രചരിപ്പിക്കുകയാണ്. കുപ്പി സുബീഷിന്റെ വോയിസ് കൈവശമുണ്ട്. വോയിസ് നോട്ട് പുറത്തുവിട്ടാൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ RSS തയ്യാറാകുമോ എന്നും ഷംസീർ വെല്ലുവിളിച്ചു. പകയുണ്ടോ? ഞങ്ങൾ വിചാരിച്ച പോലീസ് സൈനികത്തിൽ ഒരു രാജ്മോഹൻ എന്ന് പറഞ്ഞ SP ഉണ്ട്. അയാള് 3 പേരെ പിടിച്ചു. അയാളൊരു സ്റ്റോറി ഉണ്ടാക്കി. എന്താ അത്? രാഷ്ട്രീയമല്ല, അവർ തമ്മിലുള്ള പകയാണ്. ഞങ്ങളത് വിശ്വസിച്ചു. ഒരു ഉയർന്ന പോലീസ് ഓഫീസർ വന്ന് ഇവർ തമ്മിലുള്ള വ്യക്തിവിദ്വേഷമാണ് കൊലക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവരെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. CBI വന്നു. CBI എങ്ങനെ അംഗീകരിക്കേണ്ട? നേരറിയാൻ CBI മമ്മൂട്ടിയല്ല കേട്ടാ, സേതുരാമയ്യർ അല്ല. ഇത് ഭരണകൂടത്തിന്റെ കയ്യിലെ കൂട്ടിലെ തത്തയാണ്. അവർ വന്ന് അന്വേഷിച്ചു. CBI അന്വേഷിക്കാൻ എങ്ങനെയാ? കേരള പോലീസ് അന്വേഷിക്കുക, തെളിവുണ്ടാക്കി പ്രതിയെ പിടിക്കുക. ഇത് അങ്ങനെയല്ല. പ്രതിയെ തീരുമാനിച്ച് തെളിവുണ്ടാക്കല. ഞങ്ങളുടെ 5 സഖാക്കളെ പിടിച്ചു, ജയിലിലിട്ടു. വാളാങ്കിച്ചാലിൽ 2017 K. മോഹനൻ കൊല്ലപ്പെട്ടു. മോഹനൻ കൊലപാതകത്തോട് കേസിന്റെ ചുരുള വീഴുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള കുപ്പി സുബീഷ് പറഞ്ഞു ഞങ്ങളെ നടത്തിയത്. വോയിസ് നോട്ട് ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങൾ ആ വോയിസ് നോട്ട് പുറത്തുവിട്ടാൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ RSS വരുമോ? വെല്ലുവിളിക്കുന്നു. ഇവിടുത്തെ മുൻ MLA എന്ന നിലയിൽ, ഇപ്പോഴത്തെ MLA എന്ന നിലയിൽ വരുമോ? കുപ്പി സുബീഷിന്റെ വോയിസ് നോട്ട് ഞങ്ങളുടെ കൈവശമുണ്ട്. 2016-21 LDF ഭരിക്കുന്ന ഘട്ടത്തിൽ അന്ന് തുടക്കത്തിൽ കണ്ണൂർ SP സഞ്ജയ് കുമാർ കരുടിൻ പാർട്ടിയായിട്ടൊക്കെ നല്ല ജഗടിയായിരുന്നു. നമ്മുടെയായിട്ട് അടിയായിരുന്നു നേതൃത്വമായിട്ട്. അതിൽ ആകെ ഒരു ടോക്കിംഗ് ടേംസ് ഞാനുമായിട്ടുണ്ടായി. ഒരു വർത്തമാനം പറയാനുള്ള ടേംസ് ഞാനും കരുടിനും പറഞ്ഞു എൻ്റെ അടുത്ത്. അത് മാനിപ്പുലേറ്റഡ് കേസാണ്, പ്ലാന്റഡ് പ്രതികളാണ്. അതിൽ യാതൊരു ബന്ധവും CPM-ന് ഇല്ല. വേറൊരു കേസ് അന്വേഷിച്ച മറ്റൊരു ദിവസം പറഞ്ഞു അയാൾ ആ പ്രതി ചേർക്കപ്പെട്ട കൊടിസുനി ഉണ്ടല്ലോ, അയാൾ നടത്തിയ എല്ലാ സംഭവങ്ങളും പറഞ്ഞു. പക്ഷേ അയാൾ ഇത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസാ വാച കർമ്മണ ബന്ധമില്ലാത്ത കേസിലാണ് കാരായി രാജനെ പ്രതി ചേർത്തു, ചന്ദ്രശേഖരനെ പ്രതി ചേർത്തു, 2 വർഷം ജയിലിലടച്ചു, 8 വർഷം നാട് കടത്തിയത്. അവരെ പറ്റി പറയാം. നിങ്ങൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം മതവിശ്വാസികളെ കള്ളം പറയാൻ പാടില്ല എന്നല്ലേ? എന്താ? വമൻ ആമൽ മിസ്കാല ദർറത്തിൻ ഷറൈറ വമൻ ആമൽ മിസ്കാല ദർറത്തിൻ ഹൈറൈറ. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതിന് ഫലം കിട്ടും, അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അത് അനുഭവിക്കും. ഞങ്ങൾ അതേ ലീഗിനോട് പറയുന്നുള്ളൂ. 4 വോട്ടിന് വേണ്ടി 3 സീറ്റിന് വേണ്ടി ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ അപവാദം നുണ പ്രചരിപ്പിച്ചാൽ അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്ന് ഞങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഡോക്ടർ TK മുനീർ അധ്യക്ഷത വഹിച്ചു. K. പ്രദീപ്, CC നിഷാനന്ദ്, P. മിനി എന്നിവർ സംസാരിച്ചു. KSDA ചൊക്ലി ഉപജില്ല ഒരുക്കിയ LDF തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാന വീഡിയോ ശ്രദ്ധേയമാകുന്നു. സ്പീക്കർ അഡ്വക്കേറ്റ് എം ഷംസീർ പ്രകാശന കർമ്മം നടത്തി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചൊക്ലി ഉപജില്ലയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ LDF തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാന വീഡിയോയുടെ ലോഞ്ചിങ് അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. ചൊക്ലിയിൽ നടന്ന ചടങ്ങിലാണ് വീഡിയോ ഔദ്യോഗികമായി പുറത്തിറക്കിയത്. തുടരും 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 ഇനിയും ഇടതിൻ കരുതൽ തുടരും. തുടരും 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 ഇനിയും ഇടതിൻ കരുതൽ തുടരും. മാനവ സ്നേഹത്തിൻ മന്ത്രം മുഴക്കി നാം മാറോട് ചേർക്കുന്നു ഇടതിനെ. മാനവ സ്നേഹത്തിൻ മന്ത്രം മുഴക്കി നാം മാറോട് ചേർക്കുന്നു ഇടതിനെ. റോദുകൾ പാലങ്ങൾ വീ
നമുക്കായി. LDF സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങളെ ആസ്പദമാക്കി രൂപകൽപ്പന ചെയ്ത ഈ പ്രചരണ ഗാന വീഡിയോയിൽ അധ്യാപകരെയും പ്രദേശവാസികളെയും അണിനിരത്തി ശ്രദ്ധേയമായ അവതരണം ഒരുക്കിയിട്ടുണ്ട്. എടച്ചേരി, ചൊക്ലി, ചെമ്പാട് മേഖലകളിലായി ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ സൃഷ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് KSTA ചൊക്ലി ഉപജില്ല പുറത്തിറക്കുന്ന 4ാമത്തെ വീഡിയോയാണ്. ചടങ്ങിൽ KSTA ചൊക്ലി സബ് ജില്ലാ സെക്രട്ടറി B. സുജിത്ത്, പ്രസിഡന്റ് രഞ്ജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് CC നിഷാനന്ദ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സന്ദീപ്, ക്ഷീന എന്നിവർ പങ്കെടുത്തു. പ്രചരണ ഗാനത്തിന്റെ വരികൾ ബാബു ജോൺ രചിച്ചതും ക്യാമറ വിജേഷ് കുട്ടിപ്പറമ്പിലും അശോകൻ മണത്തണയും ചേർന്ന് നിർവഹിച്ചതുമാണ്. വീഡിയോയുടെ ആശയവും അവതരണവും ലിതേഷ് കോളയാടാണ് നിർവഹിച്ചത്. വീഡിയോയിൽ ജയകൃഷ്ണൻ, ഷിബിൻ, സുജിത്ത് B, ലിതേഷ് കോളയാട്, സിനി, സവിജ, ഗീതു, അഷിന, ഹർഷ, പ്രനീഷ, റോഷ്ന, ഷൈജ, നിനവ്, ഇശൽ തുടങ്ങിയവർ അഭിനയിക്കുന്നുണ്ട്. വീഡിയോയുടെ ആശയവും അവതരണവും നിർവഹിച്ച ലിതേഷ് കോളയാടിനെ സ്പീക്കർ ആദരിച്ചു. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന കേരളത്തിൽ എല്ലാ മേഖലകളിലും വികസനം കൊണ്ടുവന്ന സർക്കാരിനെ പിന്തുണയ്ക്കുക എന്നത് അധ്യാപകർ എന്ന നിലയിൽ തങ്ങളുടെ സാമൂഹ്യ ഉത്തരവാദിത്വമാണെന്ന് അധ്യാപകർ അഭിപ്രായപ്പെട്ടു. തുടരും 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 ഇനിയും ഇടതിൻ കരുതൽ തുടരും. തുടരും 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 ഇനിയും ഇടതിൻ കരുതൽ തുടരും. മാനവ സ്നേഹത്തിൻ മന്ത്രം മുഴക്കി നാം മാറോട് ചേർക്കുന്നു ഇടതിനെ. മാനവ സ്നേഹത്തിൻ മന്ത്രം മുഴക്കി നാം. കൂത്തുപറമ്പ് മണ്ഡലം LDF സ്ഥാനാർത്ഥി PK പ്രവീണിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനെത്തുന്നത് വൻ ജനക്കൂട്ടം. ചൂടുള്ള കാലാവസ്ഥയെ വകവയ്ക്കാതെയുള്ള പ്രചരണം കഴിഞ്ഞ ദിവസം പൊയിലൂർ മേഖലയിലായിരുന്നു. രാത്രി വൈകിയും സ്ഥാനാർത്ഥി പര്യടനം തുടർന്നു. ഇടതുപക്ഷത്തിനല്ലാതെ മൂന്നാമതും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആർക്കാണ് ഈ നാടിനകത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക? പ്രിയപ്പെട്ടവരെ, 2000 രൂപ പെൻഷനായി വർദ്ധിപ്പിച്ച് 62 ലക്ഷം കുടുംബങ്ങളുടെ കൈകളിലേക്ക് പിണറായി വിജയൻ പറഞ്ഞതിനനുസരിച്ച് ഇടതുപക്ഷം മുന്നോട്ടേക്ക് വെച്ച ക്ഷേമ പെൻഷൻ എത്തിച്ചു തരുന്ന 62 ലക്ഷം കുടുംബങ്ങൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ ഇടതുപക്ഷത്തെ മറക്കാൻ വേണ്ടി സാധിക്കുക? നാടറിഞ്ഞ നാട്ടുകാരനായ സ്ഥാനാർത്ഥി നാട്ടുവഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ നാട്ടുകാർ ഹൃദയത്തിലേറ്റി സ്വീകരിക്കുകയാണ്. നാടകം കൂത്തുപറമ്പ് മണ്ഡലം LDF സ്ഥാനാർത്ഥി PK പ്രവീണിൻ്റെ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം നാട്ടുകാർ നൽകുന്ന സ്വീകരണമാണ് സുനിശ്ചിത വിജയത്തിൻ്റെ മുന്നേറ്റമാകുന്നത്. വയോധികരും സ്ത്രീകളും കുട്ടികളും യുവാക്കളും അടങ്ങുന്ന 100 കണക്കിന് ആളുകളാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ കാണാനായ ജനസഞ്ചയം സാക്ഷ്യപ്പെടുത്തുന്നത് PK പ്രവീണിനുള്ള ജനസമിതിയുടെ നേർക്കാഴ്ച കൂടിയാണ്. കുട്ടികൾ കൊന്നപ്പൂക്കളാൽ തീർത്ത ബൊക്ക നൽകി ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരണം ഒരുക്കിയത്. ഉച്ചയ്ക്ക് 2-ന് ആരംഭിക്കുന്ന പര്യടനം നേരത്തെ നിശ്ചയിച്ചതിലും മണിക്കൂറുകൾ വൈകി സമാപന കേന്ദ്രങ്ങളിലെത്തുമ്പോഴും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനും അഭിവാദ്യം അർപ്പിക്കാനും എത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ കാത്തുനിൽക്കുന്ന കാഴ്ചകളാണ് കാണാനാകുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ MK രഞ്ജിത്ത്, KP അശ്വതി, ജയചന്ദ്രൻ കരിയാട്, MK പ്രേമചന്ദ്രൻ, മുഹമ്മദ് റാഫി, നാസർ കൂരാറ, N അനൂപ്, K ഷിബിന, ആദർശ് പാട്യം, AK വിനോദൻ, KV രജീഷ് എന്നിവർ സംസാരിച്ചു. LDF നേതാക്കളായ KE കുഞ്ഞബ്ദുള്ള, രവീന്ദ്രൻ കുന്നോത്ത്, OP ഷീജ, KP യൂസഫ്, രാമചന്ദ്രൻ ജ്യോത്സ്ന, KP ശിവപ്രസാദ്, A അശോകൻ, KK ബാലൻ, KP ചന്ദ്രൻ, K മുകുന്ദൻ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. പര്യടനവുമായി ബന്ധപ്പെട്ട് തൂവക്കുന്ന്, പൊയിലൂർ, വിളക്കോട്ടൂർ, തൃപ്പങ്ങോട്ടൂർ പള്ളി, കൈവേലിക്കൽ, ചെണ്ടയാട് എന്നീ 5 കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളും നടന്നു. കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാതെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങളെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വികസന കുതിപ്പ് കേരള സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വികസന കുതിപ്പ് കണ്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ട് അയച്ചുകൊണ്ട് ആ പഠനം നടത്തുകയാണ്. ഏത് രീതിയിലാണ് 10 വർഷം കൊണ്ട് സഖാ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഹൈടെക്കായ വികസന പദ്ധതി നടപ്പിലാക്കിയതെന്നാണ് അവർ പഠിക്കാൻ അയച്ചത്.
ഡെന്റൽ ഡോക്ടർമാരെയും അനുബന്ധ ജീവനക്കാരെയും ഹെപ്പറ്റൈറ്റിസ് ബി രോഗബാധയിൽ നിന്നും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ആരംഭിച്ച ഡി സേഫ് വാക്സിനേഷൻ പദ്ധതി ഞായറാഴ്ച ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ വെച്ച് നടക്കുമെന്ന് ടെലിച്ചറി ഡെന്റൽ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. കോൺടാക്ട് 0490233707, 9895485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം. 'നവരത്ന' ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 9895485471. 9895485471.
049023228803 9497360333. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി കാരായി രാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കതിരൂരിൽ റൺ ആൻഡ് ടോക്ക് വിത്ത് കാൻഡിഡേറ്റ് പരിപാടി സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. തലശ്ശേരി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി കാരായി രാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കതിരൂരിൽ റൺ ആൻഡ് ടോക്ക് വിത്ത് കാൻഡിഡേറ്റ് പരിപാടി സംഘടിപ്പിച്ചു. രാവിലെ 7 മണിയോടെ കതിരൂർ EMS സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച് ബാങ്ക് ടർഫിൽ സമാപിച്ചു. LDF നേതാക്കളായ MC പവിത്രൻ, PP സനിൽ, P സുരേഷ് ബാബു, P അജിത്ത്, ശ്രീജി ചോയൻ എന്നിവർ പങ്കെടുത്തു. ഇടതുപക്ഷത്തിന് വമ്പിച്ച വിജയം സമ്മാനിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കതിരൂരിലെ കായിക താരങ്ങളും ബഹുജനങ്ങളുമായി നടക്കുന്ന പ്രഭാത നടത്തത്തിൽ അണിനിരുന്നവർ ഈ വാഹനത്തിന് പിന്നാലെ കതിരൂർ ടൗണിലേക്ക് നോക്കി കടന്നു വരുന്നു. മുന്നണി സ്ഥാനാർത്ഥി സഖാവ് കാരായി രാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊയിലൂർ മേഖലയിലെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്ന പൊയിലൂർ LP സ്കൂൾ 129ാം വാർഷികം ഹൃദയസ്പർശിയായ ആഘോഷങ്ങളോടെ സംഘടിപ്പിച്ചു. വർഷങ്ങളായി നിരവധി ആളുകൾക്ക് വിദ്യയുടെ വെളിച്ചം പകർന്ന ഈ വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം അക്ഷരാർത്ഥത്തിൽ ഒരുമയും ഓർമ്മകളും നിറഞ്ഞ ഒരു ഉത്സവവേദിയായി മാറി. പ്രശസ്ത സിനിമ സീരിയൽ നാടക നടൻ രാജേന്ദ്രൻ തായാട്ട് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഒന്നാം ക്ലാസ്സിലായാലും 2ാം ക്ലാസ്സിലായാലും 5ാം ക്ലാസ്സിലായാലും 10ാം ക്ലാസ് 8ാം ക്ലാസ്സിലായാലും പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്നൊരു ദിവസമുണ്ട്. അന്ന് നമുക്കൊക്കെ വല്ലാത്തൊരു നെഞ്ചിരിപ്പായിരുന്നു. സ്കൂളിൽ ചെന്നിട്ട് ഒരിക്കലും നമ്മളുടെ റിസൾട്ട് നോക്കില്ല, നമ്മുടെ കൂടെയുള്ളവൻ്റെ റിസൾട്ട് നോക്കിയിട്ട് പറയും നീ ജയിച്ചെന്ന് പറയും. നീ ജയിച്ചെന്ന് പറയുമ്പോൾ അവൻ നോക്കിയിട്ട് പറയും നീയും ജയിച്ചെന്ന് പറയും. അങ്ങനെ പേടിച്ച് റിസൾട്ട് നോക്കിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതിൽ പലരും തോൽക്കും. അന്ന് ജയിക്കാൻ പാടായിരുന്നു, ഇന്ന് തോൽക്കാൻ പാടാണ്. ഒരു കുട്ടി എങ്ങനെയെങ്കിലും എനിക്ക് തോറ്റു കിട്ടണമെന്ന് ആ കുട്ടിയുടെ മനസ്സുകൊണ്ട് അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അതിന് സമ്മതിക്കില്ല. നീ തോൽക്കരുത് എന്ന് പറയുന്നു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP പവിത്രൻ സമ്മാനദാനം നടത്തി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ AP കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. SRG കൺവീനർ N അഭിഷ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P രമ്യ, നിത്യരാജൻ, മാനേജർ KP ജയചന്ദ്രൻ, N രാഘവൻ, AP ഭാസ്കരൻ, P ലിജീഷ്, ഓട്ടാണി നാണു, PK ബാലകൃഷ്ണൻ, P പുരുഷോത്തമൻ, VP രവീന്ദ്രൻ, മദർ PTA പ്രസിഡന്റ് ഹർഷ റിജീഷ് എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക TK പ്രിയങ്ക സ്വാഗതവും PTA പ്രസിഡന്റ് AP അഭിനേഷ് നന്ദിയും പറഞ്ഞു. വാർഷികാഘോഷത്തിന് പ്രത്യേക സ്നേഹമണിയായി സ്കൂളിലെ പാചക തൊഴിലാളിയായ MM ഗീതയ്ക്ക് സ്വന്തമായി ഒരു വീട് ലഭിക്കുന്നതിനുള്ള രേഖകൾ ചടങ്ങിൽ രാജേന്ദ്രൻ തായാട്ട് കൈമാറി. വർഷങ്ങളായി വിദ്യാർത്ഥികൾക്ക് അന്നമൂട്ടിയ സ്നേഹത്തിന് ഒരു സുരക്ഷിത കൂട് ഒരുക്കിയ ഈ നിമിഷം പങ്കെടുത്ത എല്ലാവരുടെയും ഹൃദയം നിറച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ ആഘോഷത്തിന് നിറക്കൂട്ടായി. പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമെല്ലാം ഓർമ്മകളും അഭിമാനവും പങ്കുവച്ച പിറന്നാൾ ആഘോഷം പൊയിലൂർ LP സ്കൂളിൻ്റെ പാരമ്പര്യത്തെ കൂടുതൽ ശക്തമാക്കി. പാനൂർ ഉപജില്ലാ അക്കാദമിക് കൗൺസിൽ സ്നേഹാദരവും അനുമോദനവും നടത്തി. പാനൂർ UP സ്കൂളിൽ സാഹിത്യകാരൻ രാജു കാട്ടുപുനം ഉദ്ഘാടനം ചെയ്തു. ദീർഘകാല അധ്യാപക സേവനത്തിന് ശേഷം ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. പാനൂർ UP സ്കൂൾ ഹാളിലാണ് പാനൂർ ഉപജില്ലാ അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവും അനുമോദനവും സംഘടിപ്പിച്ചത്. സുപ്രസിദ്ധ ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം ഉദ്ഘാടനം ചെയ്തു. അവരുടെ എല്ലാ സക്രിയ മേഖലകളിലും അവരുടെ സാന്നിധ്യം ഉണ്ടാവണം. ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ വിരമിക്കുമ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ സുരക്ഷിതത്വവും
അതുപോലെ സാമ്പത്തികമായ ഒരുപാട് സമൃദ്ധിയും എന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു ഉള്ളൊരു കാലമാണിത്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ വളരെ പ്രസന്നമധുരമായി തുടർന്നു പോകുവാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുകയാണ്. അക്കാദമിക് കൗൺസിൽ എനിക്കൊന്നൊരു വ്യാഴവട്ട കാലം മുമ്പ് പാനൂരിൽ രൂപീകരിക്കുന്ന ഒരു കാലത്ത് തൊട്ടടുത്ത ഉപജില്ലകളിലെ അക്കാദമിക് കൗൺസിലിനെ കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം വളരെ സമഗ്രമായിട്ടാണ് അധ്യാപകരുടെ ക്ഷേമവും അവർക്ക് വേണ്ട സമാശ്വാസവും കുട്ടികൾക്ക് വേണ്ടിയുള്ള സമഗ്ര വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ പ്രതലങ്ങളെക്കുറിച്ച് സമഗ്രമായി ഉണ്ടാക്കിയ അക്കാദമിക് കൗൺസിലാണ്. അതിൻ്റെ തുടക്കകാലത്ത് അതിലിടപെട്ട ഒരാളെന്ന നിലയിൽ ഇന്നും നിങ്ങളുടെ കർമ്മനിരതമായ നിങ്ങളുടെ പ്രവർത്തനം അക്കാദമിക് കൗൺസിലിൻ്റെ ഇത്തരം യോഗങ്ങൾ ഏറ്റവും മികച്ചതാണ് എന്ന് ഞാൻ കരുതുകയാണ്. പാനൂർ AU ബൈജു കേളോത്ത് അധ്യക്ഷനായി. അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി PP സുധീർ സ്വാഗതം പറഞ്ഞു. പാനൂർ BPC K സിമ്മി ടീച്ചർ, HM ഫോറം സെക്രട്ടറി നജീബ് മാളിൽ, വിവിധ സംഘടനാ പ്രതിനിധികൾ KK രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 40ഓളം അധ്യാപകരാണ് സുദീർഘമായ സേവനത്തിന് ശേഷം ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്നത്. അധ്യാപനത്തിൻ്റെ സുദീർഘമായ സേവനത്തിന് ശേഷം ആത്മസംതൃപ്തിയുമായി പടിയിറങ്ങുന്ന സഹപ്രവർത്തകർക്ക് അക്കാദമിക് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ യാത്രയപ്പാണ് ഒരുക്കിയത്. രാജു കാട്ടുപുനം ഉപഹാര സമർപ്പണം നടത്തി. LSS USS വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. സുഹ KP സുഹ ടീച്ചറെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചു. തലശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കായി തലശ്ശേരി റോവേഴ്സിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച മുതൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിക്കുന്നു. തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ദിവസവും രാവിലെ 7 മുതൽ 9 വരെയാണ് കോച്ചിംഗ്. പ്രഗത്ഭരായ കോച്ചുമാർ പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9846375365, 9446569916. വീണ്ടും ഒരിടവേള. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. ഗുരുസ്മരണയിൽ വിളക്കോട്ടൂർ ശ്രീനാരായണ മഠം 60ാം വാർഷികാഘോഷത്തിന് തുടക്കം. ശിവഗിരി മഠം ശ്രീമദ് ദിവ്യാനന്ദഗിരി സ്വാമികൾ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികൾ ഞായറാഴ്ച സമാപിക്കും. 3 ദിവസങ്ങളിലായാണ് വിളക്കോട്ടൂർ ശ്രീനാരായണ മഠം 60ാം വാർഷികാഘോഷം നടക്കുന്നത്. രാവിലെ നടന്ന ഗുരുസ്മൃതി സദസ്സ് CV രാജൻ മാസ്റ്റർ, PK ഗൗരി ടീച്ചർ, CK സുനിൽകുമാർ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. KC കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. G കുഞ്ഞിരാമൻ മാസ്റ്റർ സ്വാഗതവും AK ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. വാർഷികാഘോഷത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ശിവഗിരി മഠം ശ്രീമദ് ദിവ്യാനന്ദഗിരി സ്വാമികൾ നിർവഹിച്ചു. ഈ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ ഇളനീർ തീർത്ഥാടനമായിട്ട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്? എവിടെയാണ് പോയിക്കൊണ്ടിരുന്നത്? കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് അല്ലേ? അപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഇളനീർ തീർത്ഥാടനമായിട്ട് പോയപ്പോൾ ഇവിടെയുള്ള താഴ്ന്ന ജാതിക്കാരെ അവിടെ കയറ്റാൻ വിസമ്മതിച്ചപ്പോൾ ആ ഒരു സങ്കടം ഭഗവാനോട് ഉണർത്തിക്കുകയും ഭഗവാന്റെ അനുമതിയോടുകൂടിയാണ് ഇളനീർ തീർത്ഥാടനം തലശ്ശേരിയിൽ ആരംഭിക്കുന്നതെയും ആ ഇളനീർ തീർത്ഥാടനം അഭിഷേകം ചെയ്യാൻ വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ 2ാമത് ഒരിക്കൽ കൂടി തലശ്ശേരിയിൽ വന്ന് ആ ജഗന്നാഥ ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ കയറി അഭിഷേകം നടത്തിയതായിട്ടും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരു എവിടെയൊക്കെ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ ആ ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഗുരു പോകുന്നതല്ലാതെ പിന്നീട് ഒരിക്കൽ പോലും ആ ക്ഷേത്ര സങ്കേതത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഈ ഇളനീർ തീർത്ഥാടനത്തിന് വേണ്ടി ഗുരു ഈ ഒരു സന്നിധിയിലേക്ക് വന്നു ചേരുകയും ചെയ്തു. അതാണ് ഗുരുവിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പൊ ഇളനീർ തീർത്ഥാടനത്തിന് വേണ്ടി ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ വിശ്രമിക്കുമ്പോൾ ഇവിടെയുള്ള ഭക്തന്മാർ ഗുരുവിനെ സമീപിച്ച് ഈ കാര്യം ഉണർത്തിക്കുകയും അപ്പം ആലുവ അദ്വൈതാശ്രമം മേടിക്കാനുള്ള കാശിനു വേണ്ടി ഗുരുദേവൻ ഇങ്ങനെ പിരിവ് സമ്പാദനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അപ്പം ഗുരു പറഞ്ഞു, നാം വന്നാൽ നമുക്ക് എന്ത് തരും? ഗുരു എന്ത് ആവശ്യപ്പെട്ടാലും അത് ഞങ്ങൾ തന്നുകൊള്ളാം. അങ്ങനെ ഗുരു പറഞ്ഞ് പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ അത്തോളിൽ വാസുവിനെ ചടങ്ങിൽ ആദരിച്ചു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രേയ ബാലൻ, CR ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. KC സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. K സുധീഷ് സ്വാഗതവും ശ്രീരാം S പടിക്കൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് അംഗൻവാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ആലപ്പുഴ സൂര്യകാന്തിയുടെ നാടകം കല്യാണവും നടന്നു. പഞ്ചകപ്പുമാരനെ കാണാൻ നെഞ്ചുലഞ്ഞു നിന്നു നീ, കള്ളനവനൊന്നു വന്നാലോ തണ്ടൊടിഞ്ഞ താമര. ഏഴുനില പന്തലിനുള്ളിൽ കിഴമന ചെല്ലു നീ, കൽവിലുള്ള കരു. മാഹി പന്തക്കൽ സ്വദേശിയായ KP സഞ്ജൂബ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD നേടി. പന്തക്കലിലെ ദയാ ഹൌസിൽ താമസിക്കുന്ന സഞ്ജൂബ് KP അശോകൻ KP വത്സല എന്നിവരുടെ മകനാണ്. കർണാടകയിലെ മംഗളൂരുവിലെ മംഗള ഗംഗോത്രയിലെ മംഗളൂർ സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ ഡോക്ടറേറ്റ് പൂർത്തിയാക്കിയത്. സമകാലീന കേരളവും ആധിപത്യ പുരുഷത്വങ്ങളുടെ ഉൽപ്പാദനവും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധത്തിൻ്റെ ശീർഷകം. മംഗളൂർ സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗത്തിലെ പ്രൊഫസറായ ഡോക്ടർ പരിണിതയുടെ മേൽനോട്ടത്തിലാണ് ഗവേഷണം പൂർത്തിയാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും.
ഫസൽ വധക്കേസിൽ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും നിരപരാധികളാണെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. മനസാ വാച അറിയാത്ത കുറ്റത്തിനാണ് കാരായിമാർ ജയിലിൽ കഴിഞ്ഞതെന്നും ഷംസീർ. KSDA ചൊക്ലി ഉപജില്ല ഒരുക്കിയ LDF തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാന വീഡിയോ ശ്രദ്ധേയമാകുന്നു. പ്രകാശന കർമ്മം നടത്തി സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. തലശ്ശേരി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി കാരായി രാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കതിരൂരിൽ റൺ ആൻഡ് ടോക്ക് വിത്ത് കാൻഡിഡേറ്റ് പരിപാടി സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.